dear love. പുതുതരം എന്റെ കയ്യിലുള്ളതൊക്കെ നമുക്ക് തരും. എന്നിട്ടേ പോളൂ. ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നവനാണ്, ഒരു സംശയം വേണ്ട. എല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സാധാരണ നമ്മള് ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഉദ്ഘാടനം, ഒരു ആഘോഷമായിട്ടാണ് നടത്തുക, ചാരിറ്റി ഒക്കെ ആയിട്ട്. ഇപ്രാവശ്യം ചാരിറ്റി മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ സഹോദര സഹോദരിമാർ എത്തിച്ചു കുഞ്ഞുങ്ങളൊക്കെ വയനാട്ടില് ദുരന്തത്തിൽപ്പെട്ട് ഞാൻ അവിടെ പോയപ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ക്യാമ്പുകളിലൊക്കെ. അതുകൊണ്ട് വെട്ടിച്ചുരുക്കി നമ്മൾ അവർക്ക് വേണ്ടി പകരം അത് സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നന്ദി പറയാണ് ഇവിടെ വരുമ്പോ. നന്ദി. അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തെരുവിലിറങ്ങിയപ്പോ, ഭിക്ഷാടനം നടത്തിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചതുകൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനും മാത്രമല്ല 5 ദിവസം മാത്രമേ തണ്ടേണ്ടി വന്നുള്ളൂ. അല്ലെങ്കിൽ തുടർന്ന് തെണ്ടി ഞാനൊരു തെണ്ടിയായി പോയല്ലേ. അപ്പോ എന്നെ രക്ഷിച്ചു, അബ്ദുൾ റഹീമിനെ രക്ഷിച്ച പലരും ജാതി മതം അത് അതീതമായി ഒക്കെ ഒരുപാട് പേര് സംഭാവന ചെയ്തു. മലയാളികൾ ലോകത്തിന് മാതൃകയായി. ഇത്രയും വലിയ സംഖ്യ 34 കോടി രൂപ ലോകത്ത് തന്നെ ആരും ഇത്ര വലിയ സംഖ്യ കൊടുത്ത് നാട്ടുകാരനെ സഹായിച്ചാൽ ഫസ്റ്റ് ടൈം എന്നുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം നന്ദി. ആലക്കോടിന്റെ ഈ ക്രൗഡ് കണ്ടാൽ നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് എന്തിനധികം പറയണം. ആ വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇന്നിവിടെ സ്റ്റെപ്പ് ഈ പ്രാവശ്യം നമ്മുടെ ആഘോഷം സ്റ്റെപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കാരണം കൊണ്ടാണ്. പിന്നെ എല്ലാവരും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മളൊക്കെ ഇവിടെ ആഘോഷിക്കുമ്പോ ഒരുപാട് പേര് അവിടെ കഷ്ടപ്പെട്ടു. സ്കൂളില് ഞാൻ വരുമ്പോ ക്യാമ്പിലും ഞങ്ങളുടെ 5 ആംബുലൻസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കോച്ചെ ഫാൻസ് ഒരുപാട് പേര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2 ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചു. ഞാൻ ക്യാമ്പിൽ പോയപ്പോ രാവിലെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എന്നെ കരയിച്ചൊരു സംഭവം, ഞാൻ തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോ ഒരു ചെറിയ കുട്ടി, ഒരു 5 6 വയസ്സുള്ള ഒരു കുട്ടി, പെൺകുട്ടിയാണ്, ഓടി വന്ന് കയ്യുമ്മ പിടിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ അവരുടെ ഫാദറും മദറും എല്ലാവരും പോയി. ഒരൊറ്റ കുട്ടി ആ സ്കൂളിലെ ക്ലാസ് റൂമിൽ ആ ക്രൗഡിൽ ജീവിക്കുകയാണ്. എന്റെ കൈ പിടിച്ചപ്പോൾ ഞാൻ നടന്ന് വണ്ടിയിലോട്ട് കയറി എന്റെ കൂടെ പോരും. എനിക്ക് കൊണ്ടുപോകണോ ഉപേക്ഷിക്കണോ എന്ന് പറയാൻ പറ്റില്ല. കൊണ്ടുപോകാന്ന് പറഞ്ഞ നിയമപ്രശ്നമുണ്ട്. കുട്ടീനെ നേരെ കൊണ്ട് കയറ്റി കൊണ്ടുപോയി അടുത്ത വിവാദം നിങ്ങൾക്ക് അറിയാലോ. എന്ത് നല്ലത് ചെയ്താലും വിവാദം ഉണ്ടാവും, അത് സാരില്ല. അതുകൊണ്ട് ഇപ്പൊ കളക്ടറുടെ അടുത്തേക്ക് നമ്മുടെ ആൾക്കാർ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ട് 3-4 പിള്ളേരെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് തൽക്കാലം. അപ്പൊ ഒരുപാട് നമ്മുടെ കണ്ണ് നനയുന്ന രംഗങ്ങളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ഈ സമയത്ത് നമ്മൾ ചെയ്യണം എന്ന് പറയാണ്. പിന്നെ അണിറോസ് പല ഉദ്ഘാടനങ്ങൾക്കും വരുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. അണിറോസിന് പ്രത്യേകം അണിറോസിന് ഞാന് എന്റെ കയ്യിൽ ഹണി ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാലും ഓർമ്മ വന്നേക്കാന്നറിയാമോ?